നേരേക്കടവ് മാക്കേക്കടവ് പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട് വൈക്കം എം.എൽ.എ. കെ ബിനിമോൻ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലം പണി നീണ്ടുപോകുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ പാലം വന്നു ചേരുന്ന റോഡിന്റെ വീതിക്കുറവ് പരിഹരിക്കുവാൻ വരാനിരിക്കുന്ന ബജറ്റിൽ തുക വകയിരുത്തി അടിയന്തരമായി സ്ഥലം ഏറ്റെടുക്കണമെന്നും എം.എൽ.എ. സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നേരേക്കടവ് മാക്കിക്കടവ് പാലത്തിന്റെ നിർമ്മാണം 2016 ആരംഭിച്ചത്. 2018 പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കേണ്ടിയിരുന്ന പാലമാണിത്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ട് നിർമ്മാണം ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ലെന്ന് കെ ബിനിമോൻ എം.എൽ.എ. നിയമസഭയിൽ പറഞ്ഞു. കാലതാമസം നേരിട്ടതോടെ പദ്ധതിയുടെ നിർമ്മാണ ചെലവ് കുത്തനെ ഉയർന്നെന്നും 78 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതിക്ക് നിലവിൽ 112 കോടി രൂപയോളം ചെലവ് വരികയാണെന്നും എം.എൽ.എ. പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന തുറവൂർ പമ്പ ഹൈവേയുടെ ഭാഗമായുള്ള നേരേക്കടവ് മാക്കേക്കടവ് പാലമാണ് 2016 നിർമ്മാണം ആരംഭിച്ച് 2018 പൂർത്തീകരിക്കേണ്ടിയിരുന്ന പാലം 2026 പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണ ചെലവ് 78 കോടിയിൽ നിന്നും 112 കോടിയായി ഉയർന്നു. ഈ പാലം പൂർത്തിയാകുമ്പോൾ നേരേക്കടവ് മുതൽ ഉദയനാപുരം വരെയുള്ള റോഡിന് 4 മുതൽ 5 മീറ്റർ വീതി മാത്രമാണുള്ളത്. 10 വർഷം മുമ്പ് ആരംഭിച്ച തുറവൂർ പമ്പ ഹൈവേയിലെ ഒരു റീച്ചിന്റെ ദുർഗതിയാണിത്. ഈ റോഡിന്റെ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടുവാനുള്ള നടപടികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നാൽ കോടികൾ മുടക്കി ഈ പാലം നാളെ പൂർത്തിയായാൽ പോലും യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകില്ലെന്നും എം.എൽ.എ. ചൂണ്ടിക്കാണിച്ചു. കാരണം ഈ പാലം വന്നു ചേരുന്ന നേരേക്കടവ് മുതൽ ഉദയനാപുരം വരെയുള്ള റോഡിന് നിലവിൽ 4 മുതൽ 5 മീറ്റർ വരെ മാത്രമാണ് വീതിയുള്ളത്. ഹൈവേയിൽ നിന്നുള്ള വലിയൊരു വാഹനങ്ങൾ ഈ ഇടുങ്ങിയ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പ്രവചനാതീതമാണ്. ഈ സാഹചര്യത്തിൽ വലിയ വാഹനങ്ങൾക്കും സുഗമമായി കടന്നുപോകാൻ തക്കവണ്ണം റോഡിന്റെ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടേണ്ടത് അനിവാര്യമാണ്. ഇതിനായി നടപടികൾ വേഗത്തിലാക്കണമെന്നും വരാനിരിക്കുന്ന ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു.